വലിയ നിലയിലേക്കായി. ഈ അടുത്ത് 2 കോടി ടൗൺ കേസിൽ കൊടുത്തു. സതീശൻ കല്ലിടാൻ മിണ്ടില്ല. ഇവിടെ ഗവർണറ് പൂച്ച വ്യക്തികളെ കേരളത്തിൽ പ്രസംഗിച്ചത് കേട്ടത്. സ്വന്തം മണ്ഡലത്തിനകത്ത് ഈ ഗവൺമെന്റ് കൊടുത്ത സഹായങ്ങളെ കുറിച്ച് ഒന്നും മിണ്ടില്ല. കിഫ്ബി നേരത്തെ സതീശ തമ്മിലുള്ള കിഫ്ബി ഒരു പട്ടുപോകമാണ് അല്ലേ? മറപ്പടിക്കാരുടെ സത്യങ്ങളാണ് തോമസ് ഐസക് മുന്നോട്ട് വയ്ക്കുന്നത്. ആ കിഫ്ബിയെ തകർക്കാൻ, കിഫ്ബിയെ എങ്ങനെയെങ്കിലും ഒന്ന് ജനിച്ചു വീണപ്പെട്ടത് ശ്വാസം പൊട്ടിച്ചു കൊല്ലാൻ ചെയ്യാവുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കിയിട്ടുള്ള വികൃത മനസ്സിന്റെ ഉടമയാണ് ഈ പൗരന്മാർ. എന്നിട്ട് 88 കോടി രൂപ ഈ പൗരന് എഴുതിയെടുക്കാനായിട്ട് ഒരു മടിയുമായി കേട്ടോ. ആരോട് പറയുന്നില്ല, രഹസ്യമാണ്. അതൊന്നും പറയുന്നുണ്ട്. ഗീർവാണടിച്ചല്ലോ ഇന്നലെ ഗീർവാണ പ്രസംഗം ഉണ്ടായിരുന്നത്. ആ ഗീർവാണത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞില്ല വരാപ്പുഴ കുടിവെള്ളത്തെ പരിഹരിക്കാൻ ആരാണ് പണം തന്നെന്ന് കിട്ടിയിട്ടില്ല. 5 കോടി രൂപ ഈ മണ്ഡലത്തിൽ പാലിയും സ്കൂൾ കൊടുക്കുന്ന ആരാണ് കിട്ടിയിട്ടില്ല. കൈതാരം സ്കൂളിൽ 5 കോടി കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയിട്ടില്ല. 1 കോടി രൂപ കേച്ചൽ സ്കൂളിൽ ചതച്ചുകൊണ്ട് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയിട്ടില്ല. 1 കോടി രൂപയിൽ ഇപ്പോൾ ആയുർവേദ ആശുപത്രിയിൽ പുതിയ ഓഫീസ് എങ്ങനെയാണ് കിട്ടിയിട്ടില്ല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് പഴയ 40 വർഷം പഴക്കമുള്ള പൈപ്പ് ലൈനുകൾ മാറ്റുന്നത് എന്നെ മാറ്റണ്ടേ? 21 വർഷക്കാലം എങ്ങനെയാണ് ഇപ്പോഴെ പറഞ്ഞത്? പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് മിണ്ടലില്ല. അപ്പൊ പറവൂരിന് ലഭിച്ചിട്ടുള്ള സർക്കാരിന്റെ സഹായങ്ങളെ കുറിച്ച് മിണ്ടില്ല. അതല്ല ഞാൻ വികസന നായകൻ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന പറവൂരിന്റെ പരാതികളെ കുറിച്ച് ഒട്ടും മിണ്ടില്ല. ഞാൻ പറയുന്നത് എന്തൊരു തൊലിക്കട്ടിയാണ് MLA ഇവിടെ ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട് ഇങ്ങനെ കൂലിക്ക് മണ്ഡലത്തിന് പുറത്തുള്ള ആളെ കൊണ്ടല്ലേ ഇന്നലെ ഞങ്ങൾ നോക്കിയപ്പോ വണ്ടികളിൽ കൊണ്ട് ആൾക്കാർ പറയുന്നത് മാഞ്ഞാലി അത് കളമശ്ശേരി മണ്ഡലം, കുന്നുകര അത് കളമശ്ശേരി മണ്ഡലം. മാഞ്ഞാലിന്ന് കുന്നുകരയിൽ ചെക്കൻകാരനൊക്കെ കൂലി കാലം കൊണ്ടത് കൈയടിപ്പിച്ചിട്ട് കുറെ നുണയെ പറഞ്ഞ് പറവൂരിൽ വികസനം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട MLA വികസനം ഉണ്ടാവില്ല. വികസനത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് നിങ്ങൾക്കില്ല. 4 നൂറ്റാണ്ടുകാലം MLA കസേരയിലിരുന്ന ആശ്രമത്തിൽ ആര് കുറച്ചല്ലോ എന്നിട്ട് ഉണ്ടോ ഇവിടെ പറഞ്ഞത്? ഈ ജംഗ്ഷൻ എന്ന് നോക്കി, ഈ മുനിസിപ്പൽ ജംഗ്ഷൻ മുതൽ ഈ ചേർന്ന വരെയുള്ള ഗതാഗത കാണുന്നു. നിങ്ങൾ 25 വർഷമായി MLA ആയിട്ട് ഈ ചേർന്ന മുതലുകളിലെ ഒരു ചെറിയ നിയമത്തെ പരിഗണിച്ച് ആ ജംഗ്ഷൻ വികസിപ്പിക്കാൻ സാധിച്ചോ? മുനിസിപ്പൽ ജംഗ്ഷന്റെ അവസ്ഥ എന്താ? MLA കാലത്താണ് കുറച്ച് തമിഴ്നാട്ടിലെ ഗേറ്റ് പുറകിലേക്ക് മാറ്റിക്കെട്ടി, മുനിസിപ്പൽ പാർക്ക് കുറച്ച് പുറകിലേക്ക് മാറ്റിക്കെട്ടി കുറച്ചെങ്കിലും വികസിപ്പിച്ചത്. ഒരു സിഗ്നൽ കൃത്യമായ സിഗ്നൽ സംവിധാനം അവിടെ ഉണ്ടോ? ഇവിടെ ഒരു ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? ഈ ഉണ്ടോ? ഇവിടെ 10 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു തൊഴിൽ കേന്ദ്രം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ പുതിയതായിട്ടൊരു സർക്കാർ സ്ഥാപനം ഈ പറവൂരിന്റെ മുന്നിൽ വന്നിട്ടുണ്ടോ? ഒരു സർക്കാർ കോളേജ് ഇവിടെ ഉണ്ടോ? ഇപ്പോഴും പരിശ്രമം തുടരുകയാണ്. സർക്കാർ കോളേജ് ഇവിടെ ഇല്ല. കാര്യങ്ങളൊക്കെ 100 കണക്കിന് വിദ്യാർത്ഥികളെ പാവങ്ങൾ ബസ്സിൽ തൂങ്ങി പോവുകയാണ്. ഇരിഞ്ഞാലക്കുടയിലാണ് ഉപജില്ലാ കായികമേള, പാവൂർ ഉപജില്ലാ കായികമേള ഇരിഞ്ഞാലക്കുടയിൽ. 1 മണ്ഡലം 2 മണ്ഡലത്തിൽ കഴിഞ്ഞു മൈസൂർമാസിനെയും കൊടുക്കുമ്പോഴെങ്കിലും സുനിൽകുമാറിനെയും കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുടയിൽ ബിന്ദുവിനിശ്വരം മണ്ഡലമല്ല. എന്തെങ്കിലും ഒരു നാണം വേണ്ടേ? ഇപ്പോ സംസ്ഥാന സർക്കാർ 23-24 ബഡ്ജറ്റിലൂടെ 10 കോടി രൂപ ഭരണാനുമതി നൽകി അനുവദിച്ചു കഴിഞ്ഞു. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നയമാണ്. നിങ്ങൾക്ക് അതിൽ പങ്കില്ല. ഈ മൈതാനത്തിൽ ഉണ്ടായത് വെള്ളരിക്ക ഇടഞ്ഞു കിടന്നിരുന്ന ഒരു പാടശേഖരത്തെ NAD എന്ന് പറയുന്ന മറവിലെ എക്കാലത്തെ വികസന നായകൻ ദീർഘദർശിയായ നയത്തോടുകൂടി നികത്തിയെടുത്ത് മനോഹരമായ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി, നല്ല രീതിയിലുള്ള ലൈറ്റുകളെല്ലാം സ്ഥാപിച്ച്, നല്ല റോഡുകൾ ഉണ്ടാക്കി, നല്ല റോഡ് സ്ഥാപിച്ച് നിങ്ങൾക്ക് കൈമാറുന്ന യൂണിയനിലെ മുനിസിപ്പാലിറ്റിക്കും പറവൂരിലേക്ക് കൊല്ലം എത്ര കഴിഞ്ഞു? കൊല്ലം 35 കഴിഞ്ഞു. ആ 35 25 കൊല്ലം പറവൂരിൽ എങ്ങനെയാ? കഴിഞ്ഞ 15 കൊല്ലമായി പറവൂർ മുനിസിപ്പാലിറ്റി കഴിയുന്നത് നിങ്ങളാ. അതെന്താണ് സ്റ്റേഡിയത്തിന്റെ അവസ്ഥ? ആ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്താ?